മുഖം വെളുക്കുമോ എന്ന എൻ്റെ തമ്മിൽ കണ്ടിട്ടാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണാൻ വേണ്ടി വന്നത്. എന്നാൽ അതിനുള്ള ഉത്തരമാണ് നിങ്ങളിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും എഫക്റ്റീവും എന്നാൽ 100% റിസൾട്ടും തരുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നോക്കിക്കേ, ഇതുപോലത്തെ റിസൾട്ടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്നാൽ നിങ്ങൾ ഒട്ടും തന്നെ നിരാശപ്പെടേണ്ടി വരില്ല. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് എത്രയും വേഗം തയ്യാറാക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. അതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓട്സ് ആണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസ് പാക്കിലൊന്നാണ് ഓട്സ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക്. ഞാൻ ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്കും ഓട്സിൻ്റെ വെച്ചിട്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിനി ഇത് പൊടിക്കാണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും, ഒരു മസാജ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അതിലേക്ക് ഒരു 2 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ, അതായത് വളരെ കുറച്ച് കസ്തൂരി മഞ്ഞളും, എന്നിട്ട് ഇത് 3 കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ഏതൊരു പാക്ക് ഉണ്ടാക്കുമ്പോഴും അതിൽ തൈര് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഹെർബൽ സ്മെല്ല് വരും, ഒരു നല്ല സ്മെല്ല്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് റണ്ണി കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള കൺസിസ്റ്റൻസി മിക്സ് ചെയ്തുകൊണ്ട് ആക്കുക കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് മസ്റ്റായിട്ട് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്തിരിക്കണം. ഒരു ഫേസ് വാഷ് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടാണ് വന്നത്. അപ്പം നമുക്ക് ഇനി വേഗം അപ്ലൈ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ആ ഒരു നനവോടുക്കനെ തന്നെ നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സാധാരണ നമ്മുടെ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ അതാണ് കംഫർട്ടെങ്കിൽ അങ്ങനെ കൈ കൊണ്ടാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു റണ്ണി കൺസിസ്റ്റൻസി ആവേണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കാരണം അതിങ്ങനെ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചൊരു തിക്നെസ് വേണം. പിന്നെ ഓട്സും കൂടി ആകുമ്പോൾ അതൊരു ചെറിയൊരു തിക്നെസ്സും കൂടി ഉണ്ടെങ്കിലാണ് നമുക്കൊരു എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. കാരണം മസാജ് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു എളുപ്പമായിരിക്കും. സോ അപ്പോൾ നമ്മൾ ഫേസിലൊക്കെ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ വെറും 3 ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ 3 ഇൻഗ്രീഡിയൻസും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഇതിൽ നമ്മൾ കേട് ആഡ് ചെയ്തിട്ടുണ്ട്. കേട് ഓഫ് കോഴ്സ് അതിൽ ലാക്റ്റിക് ആസിഡ് ഉള്ള കാരണം സ്കിൻ ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ ലൈറ്റൻ ആവാനും ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് ഭയങ്കര ഒരു ഗ്ലോ കൊണ്ട് ബ്രൈറ്റപ്പ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം നിങ്ങൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കട്ടോ. ഒന്നാമത് ഓട്സ് ആണ്, അപ്പോൾ അത് പൊടിച്ചതും കൂടി ആവുമ്പോൾ ചെറിയ ഒരു ഇങ്ങനെ മാവിൻ്റെ ഒരു പരുവമാണത്. അപ്പോൾ നമ്മൾ കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലതാണ്. അത് സ്കിന്നിന് പെട്ടെന്ന് തന്നെ എന്താ പറയുക, എഫക്റ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു ഭയങ്കര തിക്കായിട്ടുള്ള രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് അലർജി ഉള്ളവർ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തൈരിൽ മാത്രം ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ആഴ്ചയിൽ വെറും 2 ദിവസം യൂസ് ചെയ്താൽ മതി കേട്ടോ. 2 ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് നന്നായിട്ട് ഫീൽ ആവാൻ പറ്റും കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. നമുക്ക് ഈവൻ നാളെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം അടക്കം ഇതൊരു ഫേഷ്യൽ പോലെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിലും നെക്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഡ്രൈ ആവാൻ ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനോ പഠിക്കാനോ കിച്ചണിൽ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആയി വെലിഞ്ഞ് മുറുകണവരെ നിങ്ങൾ ഒരിക്കലും ഒരു പാക്കും വെക്കരുത്. ഏകദേശം ഒരു സെമി ഡ്രൈ ആയാൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ കൈ രണ്ടും ഒന്ന് നനച്ചിട്ട് ഒന്നിങ്ങനെ ഒപ്പി കൊടുക്കുക കേട്ടോ. നമ്മൾ 2 കൈയും ഒന്ന് വെറ്റാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശേഷം
ജസ്റ്റ് ഒരു ജെൻറ്റിലായിട്ട് ഭയങ്കര ഒരു ചെറിയൊരു മസാജ് കൊടുക്കുക. ഈ ഒരു പാക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ നല്ല രസോട്ടോ. ഒരു എന്താ പറയുക, ഇത് കുറച്ച് തിക്കായത് കാരണം നമുക്കതിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചേഞ്ച് നമുക്കിങ്ങനെ ആവുന്നുണ്ട് എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്തെടുക്കാൻ നല്ല രസമാണ്. സ്കിൻ വൈറ്റനിങ്ങിന് ഓട്സ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം ഓട്സ് ഒരു റിച്ച് ന്യൂട്രിയൻ്റ് ആണ്. നമ്മുടെ സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും മോയ്സ്ചറായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എക്സ്ഫോളിയേറ്റർ ആണ്, ക്ലെൻസർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ആക്നെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഓട്സ് വെച്ചിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഓട്സ് എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നുള്ള ആൾക്കും യൂസ് ആക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് എക്സസ് ആയിട്ടുള്ള ഓയിൽ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓട്സിന് പറ്റും. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ് ഓട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷനും നമുക്ക് എത്ര വലിയ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും ഒക്കെ ഓട്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു കറുത്ത പാടുകളൊക്കെ മാറ്റി നല്ല വെളുത്ത് അവിടെ ഒരു ലൈറ്റനിങ് കൊണ്ടുവരാൻ ഓട്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഏതൊരു സ്കിൻ പ്രോബ്ലത്തിനും ഒരു അടിപൊളി സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓട്സ് ആണ് കേട്ടോ. ഓട്സിൻ്റെ ഫേസ് പാക്ക് വെച്ചിട്ട് നമുക്ക് ഏത് സ്കിൻ പ്രോബ്ലംസും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ ആ ഒരു ചേഞ്ച്, ആ സ്കിൻ വന്നിട്ട് ഒന്ന് ലൈറ്റൻ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്ലോയും ആയിട്ടുണ്ട്. എനിക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ലൈവായിട്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തത്. അപ്പം ഞാനൊരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ റിമൂവ് ചെയ്യുന്ന ഭാഗം മൊത്തത്തിലും ഇങ്ങനെ ആ ഒരു ചേഞ്ച് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ മൂക്കിൻ്റെ രണ്ട് സൈഡിലും ജസ്റ്റ് ഒരു ചെറിയ ഇങ്ങനെ മസാജ് കൊടുത്തിട്ട് റിമൂവ് ചെയ്യണ കാരണം നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഒരു തരിതരിപ്പ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഞാനതിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ഒരു മൂക്കിൻ്റെ രണ്ട് സൈഡും ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ തരിതരുള്ളതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓട്സ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആക്കില്ല. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ബ്യൂട്ടി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഒരു ബ്യൂട്ടി വീഡിയോസുമായിട്ട് വരാം. അതൊരിക്കും ബൈ, സീ യു ഓൾ, ടേക്ക് കെയർ.